ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സിമ്പിൾ പൈപ്പ് കട്ടറിൻ്റെ വീഡിയോ ആണ്. ഈ കാണുന്നതാണ് പൈപ്പ് കട്ടർ, അല്ലെങ്കിൽ ഇതിന് ട്യൂബ് കട്ടർ എന്നും പറയും. സാധാരണ നിലയിൽ കോപ്പറിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒക്കെ കനം കുറഞ്ഞിട്ടുള്ള നേരിയ ട്യൂബുകൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടൂളാണിത്. ഇത് പല ഷേപ്പുകളിലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ നമ്മളിപ്പം കാണിക്കുന്ന ട്യൂബ് എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ മുതൽ 28 മില്ലിമീറ്റർ വരെ ഡയ ഉള്ള പൈപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ ആ കറക്കുന്ന ആ ഒരു ഭാഗം, ആ റെഡ് കളറിലുള്ള ഒരു തിമ്പിളായിട്ടുള്ള ആ കറക്കുന്ന ഈ ഭാഗം കറക്കുമ്പോൾ അതിനൊരു സ്ക്രൂ ഉള്ളൊരു ഭാഗമുണ്ട്. അത് കറക്കുമ്പോൾ രണ്ട് റോളർ കാണാൻ പറ്റും. 2 റോളർ മുന്നോട്ടും പുറകോട്ടും വരും. ഈ 2 റോളറിൻ്റെ ഇടയിൽ ആ കാണുന്ന ഈ കറങ്ങുന്ന ഈ ഭാഗമാണ് കട്ടിംഗ് വീല്. ആ കട്ടിംഗ് വീലിൻ്റെ ഇടയിലാണ് ഈ പൈപ്പ് വെക്കേണ്ടത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റീലിൻ്റെ പൈപ്പ്. തൽക്കാലം നമ്മളിതൊരു ബെഞ്ച് ബേസിൽ ഉറപ്പിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പാർട്സ്: കട്ടിംഗ് വീല്, റോളറ്, പിന്നെ അതിൻ്റെ ഹാൻഡിൽ. കട്ടിംഗ് വീലിൻ്റെയും റോളറിൻ്റെ ഇടയിലാണ് പൈപ്പ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു 2 സെൻറ്റിമീറ്റർ അളവ് സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് അളന്നിട്ടുണ്ട്. ഇനി ഈ കട്ടിംഗ് വീലും റോളറിൻ്റെയും ഭാഗം ആ സ്റ്റീൽ പൈപ്പിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. കട്ടിംഗ് വീലിൻ്റെ എൻഡ് ആ നമ്മൾ മാർക്കിങ് ചെയ്ത കറക്റ്റ് സ്ഥലത്ത് വെച്ച് അതിൻ്റെ തിമ്പിൾ ആ ഹാൻഡിലൊന്ന് ടൈറ്റാക്കുക. ആവശ്യത്തിന് ടൈറ്റാക്കുക, ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് അവിടെ നിൽക്കും. ഇനി ഗ്രാജുവലായിട്ട് ക്ലോക്ക് വൈസിലേക്ക് നമ്മൾ കറക്കുക. പിന്നെ കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൈപ്പിൻ്റെ മേലെ ഒരു മാർക്കിംഗ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ആ കട്ടിംഗ് വീൽ അവിടെ ഒരു മാർക്കിംഗ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ പൈപ്പ് കട്ടായി. വളരെ ഈസി ആയിട്ട് പൈപ്പ് കട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.